ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ റോഡ് ടു 1K ആണ് ഗൈസ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ പാക്കിനകത്തേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ പുതിയ പാക്ക് ഇതിനകത്ത് വന്നേക്കുന്നത് നമ്മുടെ ജെ ലീഗിൻ്റെ ഒരു ഷോർട്ട് ടൈം പാക്ക് വന്ന് എടുക്കുന്നുണ്ട് ഗൈസ്. ആർക്കും വേണ്ടാത്ത പാക്ക് ആയിരിക്കാം. പിന്നെ ലിവർപൂളിൻ്റെ ഒരു ക്ലബ് സെലക്ഷൻ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലബ് സെലക്ഷൻ പാക്ക് തിരിച്ച് കൊണ്ടുവന്ന് തുടങ്ങിയെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. അപ്പോൾ ലിവർപൂളിൽ വെച്ചാണ് ഒരു തുടക്കം. അപ്പോൾ സലയുണ്ട്, വാൻഡേയ്ക്കുണ്ട്, പിന്നെ ചിയേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കറക്ക് ഗൈസ്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കാണ് ഗൈസ്. പ്ലെയർ ഓഫ് ദി വീക്കിൽ നമ്മുടെ പെഡ്രി ഉണ്ട്, അതുപോലെ തന്നെ അലിസൺ ഉണ്ട്, പിന്നെ നമ്മുടെ കൊലൂമാനി ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് പ്ലേയേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ വലിയ മെച്ചെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല 2-3 പ്ലേയേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ UCLൻ്റെ പ്ലെയർ ഓഫ് ദി വീക്കും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ കിമ്മിച്ച് ഉണ്ട് ഗൈസ്. കിമ്മിച്ച് സെൻറ്റർ ബാക്കായിട്ടാണ് വന്നേക്കണേ. പിന്നെ നമ്മുടെ സ്റ്റോൺസ് ബൂസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡിംബല ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അർജോ, അങ്ങനെ കണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പുള്ളിയും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കിടിലം ഒരു പാക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ മാച്ചിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സ്ട്രൈക്ക് ഏരിയ എന്ന് പറഞ്ഞ ആ സംഭവം അവർ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്പോൾ നമ്മുടെ ബ്രസീലിയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഈ ഇവൻറ്റ് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഒരു ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഇവൻറ്റ് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UCLൻ്റെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അത്രയൊക്കെയാണ് വന്നിട്ടുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. ഇതിനകത്തൊന്നും വേറെ പ്രത്യേകിച്ചില്ല ഗൈസ്. ഇതിനകത്ത് പൊസിഷൻ ട്രെയിനിങ് ആണ്. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ PvP മാച്ചിൽ നോക്കുവാണെങ്കിൽ PvP മാച്ചിൽ എന്തായാലും ഒരു 50 ക്ലബ് കോയിൻ്റെ ഇവൻറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതും എന്തായാലും കളിച്ച് എടുക്കുക ഗൈസ്. അപ്പോൾ അത് 50 കോയിൻ നമുക്ക് കിട്ടുന്നുണ്ട്. 50 കോയിനേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും മാച്ചൊക്കെ കളിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും മാച്ചൊക്കെ കളിച്ച് വന്ന് നമ്മൾ ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രീ സ്പിന്നൊക്കെ ഒന്ന് കറക്കി നോക്കാം ഗൈസ്. കുറേ ആഴ്ചകളായി എനിക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് വമ്പൻ തേപ്പാണ് ഗൈസ്. ഞാൻ വിചാരിക്കുന്ന പ്ലെയറിനെ പോലും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കറക്കി നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും ഗൈസ്, ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് കറക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഒരു ടാർഗറ്റ് പെഡ്രിയാണ് ഗൈസ്. പെഡ്രി ബൂസ്റ്റർ കാർഡായിട്ടാണ് വന്നേക്കണേ. ബോക്സ് ടു ബോക്സ് ആണ് ഗൈസ്. ഹോൾ പ്ലെയർ ആയിരുന്നു, കുറച്ചുകൂടി സെറ്റായിരുന്നു. പക്ഷേ അത്യാവശ്യം സ്റ്റാറ്റ്സൊക്കെ ഉണ്ട് ഗൈസ്, പിന്നെ എൻ്റെ അടുത്തൊരു ടാർഗറ്റ് അലിസണാണ്. അലിസൺ അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ് ഗൈസ്. അലിസണും അത്യാവശ്യം സ്റ്റാറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഗൈസ് എൻ്റെ മെയിൻ ടാർഗറ്റ് പറയുകയാണെങ്കിൽ. എനിക്കിതിനകത്ത് വേറെ ആരെയും വേണമെന്നില്ല ഗൈസ്. എനിക്ക് അവർ രണ്ടുപേരുമാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്, വേറെ ആരും എനിക്ക് വേണമെന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ എടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെയും പ്ലെയർ ഓഫ് ദി വീക്കിന്നൊക്കെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ പ്രാവശ്യം തേക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല ഗൈസ്, എന്തായാലും ഒക്കെ നോക്കാം. ഹിയർ വി ഗോ. നമ്മളങ്ങനെ ഫ്രീ സ്പിൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആരെ കിട്ടുമെന്ന് നോക്കാം എന്തായാലും ഗൈസ്. ഉള്ളിൽ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുറമെ പൂത്തിരിയൊക്കെ പൂട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും പെഡ്രി ആയിരിക്കും എന്നാണ് ഗൈസ്. കൊനാമി പ്ലീസ് പെഡ്രി ഗൈസ്. ഇംഗ്ലീഷ് ലീഗാണ്. ഇതൊക്കെ ആരടാ 32-ാം നമ്പർ? ഇതെന്ത് കഷ്ടമാടാ അത് ഗൈസ്. പ്ലെയർ ഓഫ് ദി വീക്ക് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് തേക്കുകയാണ് ഇവന്മാർ. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇതിപ്പോൾ കുറേ ആയി. ഒരിടയ്ക്ക് എനിക്ക് നല്ല ഭാഗ്യമായിരുന്നു, ഫസ്റ്റ് കിടക്കുന്ന പ്ലെയറിനൊക്കെ ആയിരുന്നു മിക്ക പ്ലെയർ ഓഫ് ദി വീക്കിലും കിട്ടണേ. ആ ഭാഗ്യം അവിടെ തീർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്ലെയർ ഓഫ് ദി വീക്കും അങ്ങനെ അങ്ങ് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്തത് ഇതാണല്ലോ നമുക്കൊരു വിശ്വാസമുള്ളൂ. ഇതിനകത്തും കൂടി തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഇല്ല ഗൈസ്. കിമ്മിച്ച് ബിൽഡപ്പ് കാർഡായിട്ടാണ് ഗൈസ് വന്നേക്കണേ, സെൻറ്റർ ബാക്കായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഒരു ടാർഗറ്റ് കിമ്മിച്ചാണ് ഗൈസ്. പിന്നെ അടുത്തൊരു ടാർഗറ്റ് നമ്മുടെ റൊണാൾഡാർഹോ ചങ്ങായിയാണ് അടുത്തൊരു ടാർഗറ്റ്. പിന്നെ സ്റ്റോൺസിനെ കിട്ടിയാലും കുഴപ്പമില്ല, ബിൽഡപ്പ് കാർഡാണ്, ബൂസ്റ്റർ കാർഡും കൂടിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ നോക്കാം ഗൈസ്. നോക്കാം.
ഓക്കെ, നമ്മൾ നല്ല സ്പിൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഹിയർ വി ഗോ. പ്ലീസ് കൊനാമി കിമ്മിച്ചിനെ താ. കിമ്മിച്ച് സെൻറ്റർ ബാക്കായിട്ടാണ് കിമ്മിച്ച് വന്നേക്കണേ. പ്ലീസ് കൊനാമി കിമ്മിച്ചിനെ താ. ഓക്കെ, ആരാണ് ഗൈസ്? ഇംഗ്ലീഷ് ലീഗാണ്. ഇതൊക്കെ ആരാണ് ഗൈസ്? ഓക്കെ, ജോർജിനിയോ ആണ് ഗൈസ്. എനിക്ക് വേണ്ടായിരുന്നു ഗൈസ്. എന്തിനാണ് എനിക്ക് തന്നത്? എൻ്റെ പൊന്നു കൊനാമി, ഞാനൊന്നും കളിപ്പിക്കില്ല ഗൈസ്. ഇവൻ ഏതാണ് പ്ലേയിങ് സ്റ്റൈൽ ഏതാണെന്ന് നോക്കട്ടെ ഗൈസ്. ആ, ബെസ്റ്റ് ഓർക്കസ്ട്രേറ്റർ ആണ്. ഞാൻ കളിപ്പിക്കേ ഇല്ല ഗൈസ്, വെറുതെ ആയിരുന്നു. ആ കിമ്മിച്ചിനെ തന്നായിരുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്ന ഗൈസ്. അപ്പോൾ എനിക്ക് 2 പ്ലെയർ ഓഫ് ദി ഗെയിം ഇടപെടൽ എന്നെ തേച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ലിവർപൂളിൻ്റെ ക്ലബ് സെലക്ഷൻ പാക്ക് എന്തായാലും ഞാൻ ഒന്ന് കറക്കാൻ പോകണം ഗൈസ്. 200 കോയിനുണ്ട്. ഇതിനകത്ത് എനിക്കൊരു ഒറ്റ ടാർഗറ്റ് ഉള്ളൂ, അത് നമ്മുടെ വാൻഡേക്കാണ് ഗൈസ്. എനിക്ക് വാൻഡേക്കിൻ്റെ ഒരു കാർഡ് പോലും എൻ്റെ ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ വാൻഡേക്കിന് വേണ്ടിയാണ് കറക്കണേ. പിന്നെ സലേന വേണമെന്നില്ല, കാരണം എൻ്റെ 3-4 സലേങ്ങാണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുക്കുകയാണ് ഗൈസ്. ഹിയർ വി ഗോ. ഫസ്റ്റ് സ്പിന്നാണ്. ആകെ 200 കോയിനുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ എടുത്ത് നോക്കാം. എനിക്ക് വാൻഡേക്കിനാണ് വേണ്ടത്. കൊനാമി പ്ലീസ് ഇതിനകത്തും തേക്കരുത്. ഓക്കെ ഗൈസ്, മേളിൽ കളറും കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട്. എന്തായാലും നോക്കാം ഗൈസ്. ആരാണ് പ്ലീസ്? വാണ്ടേക്ക് ആരാണിത് ഗൈസ്? നമ്പർ 14 ചിയേസി ആണ് ഗൈസ്. എനിക്ക് വേണ്ട. എൻ്റെ ഒരു ബ്ലിസ്കേഡർ ചിയേസി ഉണ്ട് ഗൈസ്. എനിക്ക് എന്തിനാണ് ചിയേസിനെ തന്നെ? കൊനാമി പ്ലീസ് എനിക്ക് ഇതിനകത്തും തേക്കരുത്. വാൻഡേക്കിനെ മതി ഗൈസ്. എനിക്ക് ചിയേസ് എൻ്റെ ഉണ്ട്, ബ്ലിസ്കേഡർ ചിയേസി ഉണ്ട് ഗൈസ്. എന്നിട്ട് അവന്മാരെനിക്ക് തന്നത് ഇതിനകത്തുനിന്നും ചിയേസിനെ തന്നേക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു സ്പിന്നും കൂടി എടുക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ എൻ്റെ കോയിൻസ് എല്ലാം പോവാണ്. ഓക്കെ, അടുത്തൊരു 100 കോയിൻ കൂടി എന്തായാലും നമുക്ക് കൊടുക്കാം. ഹിയർ വി ഗോ. ഇതിനകത്തെങ്കിലും വാൻഡേക്കിനെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്തായാലും കറക്കാം ഗൈസ്. ഇതിനകത്തും തേക്കുവാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല ഗൈസ്. ഓക്കെ, ഉള്ളിൽ പച്ച കളറൊക്കെ കാണുന്നുണ്ട്. കമ്പിത്തിരിയൊക്കെ പൊട്ടുന്നുണ്ട് ഗൈസ്. ഇതാരാന്ന് നോക്കാം എന്തായാലും. ഹിയർ വി ഗോ. നോക്കട്ടെ ഇതാരാണ്? ഇംഗ്ലീഷ് ലീഗ് ഗൈസ്. നമ്പർ 4 വാൻഡേക്കാണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റിനെ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്, കാരണം എൻ്റെ കയ്യിൽ വാൻഡേക്കിൻ്റെ ഒരു കാർഡ് ഇല്ല. അപ്പോൾ വാൻഡേക്കിനെ എന്തായാലും അടിച്ചിട്ടുണ്ട് ഗൈസ്. ഫൈനലി വാൻഡേക്കിനെ കിട്ടി. ഓക്കെ, ഇതിനകത്തും തേക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വാൻഡേക്കിനെയും കിട്ടിയിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദി എനിക്ക് ഭയങ്കര തേപ്പാണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.